മുൻ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ലോക്സഭ ചേരുന്നത്. നിന്ന നിൽപ്പിലാണ് മുൻ ഉപരാഷ്ട്രപതിയെ BJP തൂക്കിയെറിഞ്ഞത്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് ധൻഖർ രാജിവെച്ചത്. പിന്നീട് 4 മാസത്തോളം ആരും ധൻഖറിനെ കണ്ടിട്ടില്ല. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ധൻഖർ RSS വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. BJPയുടെ തടവറ പൊട്ടിച്ചാണ് ധൻഖർ പുറത്തു വന്നത്. അതും RSS മുൻകൈയെടുത്തതോടെയാണ് ധൻഖറിന് വെളിച്ചം കാണാൻ സാധിച്ചത്. അനാരോഗ്യമാണ് ഉപരാഷ്ട്രപതിയുടെ രാജിക്ക് പിന്നിലെന്ന് BJP പറയുമ്പോൾ RSS വേദിയിലെത്തിയ ധൻഖർ തന്റെ ആരോഗ്യപരമായ കാര്യങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. ഇത് തന്നെ BJPയുടെ കള്ളക്കളി വെളിച്ചത്തിലാക്കുന്ന ഘടകമാണ്. ലോക്സഭ ചേർന്നപ്പോൾ ജഗ്ദീപ് ധൻഖറിന് വേണ്ടി ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ച വിഷയം വീണ്ടും രാജ്യസഭയിൽ ഉന്നയിച്ചതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെക്കുറിച്ച് പരാമർശിച്ചതാണ് ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അസാധാരണമായ രാജിക്ക് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടെന്ന സൂചന നൽകുന്ന രീതിയിലായിരുന്നു ഖാർഗെയുടെ പരാമർശം വന്നത്. ഇതോടെ BJP നേതാക്കൾ ഖാർഗെയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. BJPക്കാരെ പ്രകോപിപ്പിച്ച ഖാർഗെയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മുൻഗാമിയുടെ രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള തികച്ചും അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായ രാജി ഞാൻ പരാമർശിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകില്ലെന്ന് കരുതുന്നു. പാർലമെന്ററി ചരിത്രത്തിൽ അഭൂതപൂർവമായ നീക്കമായിരുന്നു അത്. സഭയുടെ മുഴുവൻ സംരക്ഷകൻ എന്ന നിലയിൽ ചെയർമാൻ സർക്കാരിന് അവകാശപ്പെട്ടതുപോലെ പ്രതിപക്ഷത്തിനും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാണ് ഖാർഗെ BJPയെ പ്രതിക്കൂട്ടിലാക്കിയത്. പുതിയ രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ ചൂണ്ടിയായിരുന്നു ഖാർഗെയുടെ പരാമർശങ്ങൾ. ഖാർഗെ കത്തിക്കയറുമ്പോൾ ഒരക്ഷരം തിരിച്ചു പറയാതെയാണ് പുതിയ ഉപരാഷ്ട്രപതി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ CP രാധാകൃഷ്ണൻ കാര്യമായി പ്രതികരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് BJP അംഗങ്ങൾ ചാടിയിറങ്ങിയത്. ധൻഖറിന് യാത്രയയപ്പ് നൽകാൻ സഭയ്ക്ക് അവസരം ലഭിക്കാതെ പോയതിൽ തനിക്ക് വിഷമമുണ്ടെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടിയതോടെ BJP നേതാക്കന്മാരുടെ നിയന്ത്രണം നഷ്ടമായി. അതൊന്നും പരിഗണിക്കാതെ പ്രതിപക്ഷത്തിന് വേണ്ടി അദ്ദേഹത്തിന് നല്ല ആരോഗ്യകരമായ ജീവിതം ആശംസിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. സഭയിൽ ഈ വിഷയം കത്തിക്കയറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൂകസാക്ഷിയായി സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവും ഖാർഗെയുടെ പരാമർശത്തിൽ രോഷം പ്രകടിപ്പിച്ചാണ് പ്രതികരിച്ചത്. അപ്രസക്തമായ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യരുത് എന്നാണ് BJP മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് ഖാർഗെ വീണ്ടും BJPക്ക് നേരെ ആഞ്ഞടിച്ചു. രാജ്യസഭയുടെ നിലവിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. ധൻഖർ അധ്യായം നേരത്തെ അടഞ്ഞതാണെന്നും നദ്ദ പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. സഭയുടെ സമയം പാഴാക്കാതെ പ്രസക്തമായ വിഷയങ്ങൾ മാത്രം സംസാരിക്കണമെന്നാണ് മന്ത്രി റിജ്ജു ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ നിന്ന് BJP ഒളിച്ചോടുന്നതിന് പിന്നിൽ ഒറ്റ കാരണം മാത്രമാണുള്ളത്. ധൻഖറിനെ ഭീഷണിപ്പെടുത്തിയാണ് രാജിവെപ്പിച്ചെന്ന ആക്ഷേപം ഇവിടെ ശരിവെക്കുകയാണ് BJP ചെയ്യുന്നത്. ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ജഗ്ദീപ് ധൻഖറും 2 ധ്രുവങ്ങളിലായതാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈയെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖറിനെ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി മോദിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ധൻഖർ തേടിയെങ്കിലും ഫലം കണ്ടില്ല. ധൻഖറിനെ കാണാൻ കൂട്ടാക്കാതെ മോദി മാറി നടക്കുകയും ചെയ്തു. ഇതോടെ ഇനി മറ്റൊരു മാർഗവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ധൻഖർ രാജ്യപ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. ഏകദേശം 3 വർഷത്തോളം രാജ്യസഭാ അധ്യക്ഷനായി ധൻഖർ സേവനമനുഷ്ഠിച്ചു. ജൂലൈ 23-ന് ജയ്പൂരിലേക്ക് നടത്തുന്ന തന്റെ ഔദ്യോഗിക യാത്രയെക്കുറിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇതിനിടയിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 50-ലധികം MPമാർ ഒപ്പിട്ട കത്ത് ലഭിച്ചതായി ധൻഖർ തിങ്കളാഴ്ച രാജ്യസഭയെ അറിയിച്ചത്. രാജ്യസഭയിൽ ലഭിച്ച കത്ത് പ്രതിപക്ഷ MPമാർ മാത്രമാണ് ഒപ്പിട്ടിരുന്നത്. അതിനാൽ ഈ നീക്കം കേന്ദ്ര സർക്കാരിന് അറിവുണ്ടായിരുന്നില്ല. തുടർന്ന് വിഷയത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം സെക്രട്ടറി ജനറലിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ധൻഖറിനെ ശത്രുപക്ഷത്ത് നിർത്തിയതോടെ ഉപരാഷ്ട്രപതിക്ക് മുന്നിൽ മറ്റ് വഴികൾ അടയുകയായിരുന്നു.